ചാലക്കുടി മുനിസിപ്പാലിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം വ്യവസായ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ നിർവഹിച്ചു. പനമ്പിള്ളി ഗവൺമെന്റ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. 157 ലക്ഷം രൂപ ചിലവിലാണ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക. കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രത്യേക സ്ഥാനം അർഹിക്കുന്ന പ്രദേശമാണ് ചാലക്കുടിയെന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തിയായ കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം എന്ന സ്ഥാനവും ഇപ്പോൾ ചാലക്കുടിക്ക് സ്വന്തമായി. കായിക രംഗത്തെ വളർച്ചയ്ക്കായി കിഫ്ബി 1000 കോടി രൂപയുടെ ധനസഹായമാണ് നൽകിയിട്ടുള്ളത്. ഓരോ പഞ്ചായത്തിലും ഓരോ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ കൊണ്ടുവന്ന് കായിക രംഗത്ത് കാലോചിതമായ സൌകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം മുൻ കായിക താരം എം.എൽ. ജേക്കബിന്റെ പേരിൽ നാമകരണം ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു. ബി.ഡി. ദേവസി എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി.എം. ശ്രീധരൻ, യു.വി. മാർട്ടിൻ, ബി.ജി. സദാനന്ദൻ, ആലിസ് ഷിബു, ഗീത ടീച്ചർ, യുവജന കാര്യാലയം ഡയറക്ടർ ജെറോമിക് ജോർജ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, യുവജന കാര്യാലയം ചീഫ് എഞ്ചിനീയർ എസ് രാജീവ്, പനമ്പിള്ളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ.എ. ജോജോമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭ നൽകിയ 90 സെന്റ് സ്ഥലത്താണ് 9.34 കോടി ചിലവിൽ ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തീകരിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിൽ 6 ബാഡ്മിന്റൺ കോർട്ട്, 1 ബാസ്കറ്റ്ബോൾ കോർട്ട്, 2 വോളിബോൾ കോർട്ട് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഗാലറി, ഓഫീസ് റൂം, ചേഞ്ച് റൂം, ഡോർമിറ്ററി, കോൺഫറൻസ് റൂം, VIP ലോഞ്ച് തുടങ്ങിയ സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിയമസമാജികൻ ഇവിടെ നിങ്ങളെല്ലാം കൂടി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ നാടിന്റെ ഇന്നത്തെ അഭിവൃദ്ധിക്കറിയാം. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് ജനസേവനങ്ങളിലൂടെ, ജനസംരക്ഷണത്തിലൂടെ ഉയർന്നു വന്ന ജനകീയനാണ്. ജനങ്ങളുടെ വേദനയും ദുഃഖവുമെല്ലാം നേരിട്ട് മനസ്സിലാക്കിയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച്